2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ സാബു. ശരിക്കും ഇപ്പോൾ വ്യാപകമായൊരു പ്രചാരണം നടക്കുകയാണ്, താങ്കളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോവുകയാണെന്ന്. എന്താണ് സത്യാവസ്ഥ? എനിക്കറിയില്ല ഇതിപ്പോ എവിടെയാണ് കൊഴിഞ്ഞു പോയത്. ഇപ്പൊ എന്റെ അറിവില് ഞങ്ങൾക്ക് ഏതാണ്ട് 15,20,000 മെമ്പർഷിപ്പാണ് ഉള്ളത്. അതായത് 2020 പാർട്ടിയില് ഓൺലൈനായിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളുകൾ അത്രയാണത്. ഇപ്പൊ ഇവിടെ ഈ NDAയിൽ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ CPM-ഉം കോൺഗ്രസും പറഞ്ഞു വരുത്തി 2020 പിളർന്നു, ഇവിടെ നിന്ന് കൂട്ടമായിട്ട് രാജിയാണെന്ന്. പക്ഷെ ഇപ്പൊ ഈ എറണാകുളം ജില്ലയില് ആകെ 3 പേരാണ് ഞങ്ങളുടെ അറിവില്, അതായത് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളുകൾ പോയിരിക്കുന്നത്. അപ്പോ ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പറഞ്ഞു വരുത്തുന്ന ഒരു സംഗതിയാണത്. ഇപ്പൊ ഇതിനകത്ത് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഒരാള് ഒരു പ്രസ്താവന നടത്തിയിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, പിന്നീട് ഒരു കാര്യം കൂടി ശ്രീ സാബു എം ജേക്കബ്, ഇപ്പൊ പാലക്കാട് 2020 എന്നാണ് കുറച്ച് പ്രവർത്തകർ രാജിവെച്ച് പോയെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാനിപ്പോ ഇത് പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് 15,20,000 മെമ്പർഷിപ്പ് ഉണ്ട്. അതില് ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇതുവരെ 3 പേരാണ് പോയിരിക്കുന്നത്, മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ. ഓക്കെ. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ വ്യാപകമായിട്ട് ഇപ്പോൾ താങ്കൾ ഫെമ വയലേഷൻ നടത്തി, കയറ്റുമതിയിൽ കുഴപ്പമുണ്ടാക്കി, താങ്കളെ ഉടനെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ താങ്കളെ ഭയപ്പെടുത്തി തുടങ്ങിയോ? ഇതിലെന്താന്ന് വെച്ചാൽ, ഇത് 33 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണിത്. ഈ കമ്പനി നിയമങ്ങളെ പറ്റി, സെബി നിയമങ്ങളെ പറ്റി അറിയാവുന്ന ഒരാൾ അങ്ങനെ പറയില്ല. കാരണം ഈ കമ്പനിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഏതുണ്ടെന്നുണ്ടെങ്കിലും അത് സെബിയെ അറിയിച്ച് ട്രാൻസ്പെറന്റ് ആണ്. സെബിയുടെ സൈറ്റിൽ കയറി കിറ്റക്സ് ഗാർമെന്റ്സ് അടിച്ചു കഴിഞ്ഞാൽ അതിലില്ലാത്ത ഒരു ഡോക്യുമെന്റും ആർക്കും എവിടെയും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്, അതാണ് നിയമം. അപ്പോ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ ചില ആളുകളുടെ അവരുടെ ദുരുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് അതിനകത്ത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷം തന്നെ നമുക്ക് നോക്കിയറിയാം, നമ്മുടെ ഓഹരി 10% കൂടി, ഇന്നലെ 6% കൂടിയത്. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ വാർത്തയുടെ എത്രത്തോളം അതിന്റെ ശരിയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ അതിനെ കണക്കാക്കുന്നു, അതിനൊരു വിലയും കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഒരു കാര്യം കൂടി, താങ്കൾക്ക് ഇപ്പോൾ ED പേടിയാണെന്നാണ് പറയുന്നത്. ഇവിടെ പിണറായി വിജയന്റെ സർക്കാർ അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച്, 140 MLA ഉപയോഗിച്ച്, ഗവൺമെന്റ് സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് എന്നെ ഒരു മാസം വേട്ടയാടി കയറി ഇറങ്ങി ചെയ്യാവുന്ന റെയ്ഡുകൾ മുഴുവൻ നടത്തിയിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഭയന്നിട്ടില്ല എന്ന്. പിന്നെയാണോ ED വന്നു കഴിഞ്ഞാൽ ഭയക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ സുഭാഷിതത്തിലെ ചതുപ്പിൽ വീണ ഒരു ആനയുടെ കഥ പറഞ്ഞായിരുന്നു. താങ്കളൊന്ന് യൂട്യൂബിൽ പോയി ഇന്ന് ബാക്ക് അടിച്ച് നോക്കണം. അപ്പോൾ ചതുപ്പിൽ വീണ ആന ചാടി എഴുന്നേക്കുന്ന പോലെ വർദ്ധിത വീര്യത്തിൽ താങ്കൾ ചാടി എഴുന്നേക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീ സാബു എം ജേക്കബ്. നമ്മുടെ 2020 ചീഫ് കോർഡിനേറ്റർ ശ്രീ സാബു എം ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.